വൻ പോരിനൊരുങ്ങി നിലമ്പൂർ. എം സ്വരാജും PV അൻവറും അഡ്വക്കേറ്റ് മോഹൻ ജോർജും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. ശിവസേന UBT സ്ഥാനാർത്ഥി ഹരിനാരായണനും പത്രിക സമർപ്പിക്കും. ആരടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൈകിട്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നു. കാളിദാസ്, നിലമ്പൂർ പൂർണ്ണ സജ്ജമായിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിനായിട്ട്. ഇന്ന് എം സ്വരാജും PV അൻവറും അടക്കം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, അല്പസമയത്തിനുള്ളിൽ തന്നെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള PV അൻവറും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുള്ളതാണ്. 10:30 തന്നെ PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ അതിന് ചെറിയൊരു കാലതാമസം വന്നിരിക്കുന്നു. എം സ്വരാജിനെ സംബന്ധിച്ചും അത്തരത്തിലൊരു ചെറിയ കാലതാമസം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PV അൻവർ ആയിരിക്കും ഏറ്റവും ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നുള്ളതും കൂടിയാണ് അറിയാൻ സാധിച്ചത്. ഒരു റോഡ് ഷോയ്ക്ക് ശേഷമായിരിക്കും നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. പിന്നീട് എം സ്വരാജും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. എന്നാൽ എം സ്വരാജിനെ സംബന്ധിച്ച് അത്തരത്തിൽ വലിയൊരു റോഡ് ഷോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. പ്രധാന നേതാക്കൾ മാത്രമായിരിക്കും എം സ്വരാജിൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതും കൂടിയുണ്ട്. എന്നാൽ ഈ ഒരു സമയങ്ങളിൽ, ഈ ഒരു മണിക്കൂറിൽ വലിയ രീതിയിൽ വിമർശനങ്ങളും ആരോപണങ്ങളുമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ PV അൻവറിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച് അല്പസമയം മുമ്പ് UDF കൺവീനർ അടൂർ പ്രകാശ് ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. PV അൻവറിന് മത്സരിക്കണമെങ്കിൽ മത്സരിച്ചോട്ടെ, അത് ഞങ്ങളുടെ കാര്യമല്ല. PV അൻവർ എന്ന് പറയുന്നത് ഒരു അടഞ്ഞ അധ്യായമാണ് എന്നുള്ളതാണ് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ വിജയപ്രതീക്ഷയുണ്ട് എന്നുള്ള തരത്തിലും അടൂർ പ്രകാശ് ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല PV അൻവറിനെ സംബന്ധിച്ച് തന്നെയാണ് കൂടുതൽ കാര്യങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായിട്ടുള്ളത്. അസ്ഥിരമായൊരു പ്രതികരണമാണ്, അല്ലെങ്കിൽ അസ്ഥിരമായൊരു സമീപനമാണ് PV അൻവർ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തേതെന്ന് പറയുന്നത് തീർത്തും തങ്ങളുടെ സാമാന്യ മര്യാദ ലംഘിക്കപ്പെടുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു PV അൻവറിൻ്റേത് എന്നുള്ളതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും പ്രചരണത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നു UDF മുന്നണി. ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലുമൊക്കെ ഉണ്ടാവും. ചില രാഷ്ട്രീയ നീക്കങ്ങളുമൊക്കെ ഇനിയും വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഒരു ചതുഷ്കോണ പോരാട്ടമാണ് അവിടെ നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളും ചില രാഷ്ട്രീയ അട്ടിമറികളുമൊക്കെ ചിലപ്പോൾ കണ്ടേക്കാമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം PV അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീടുള്ള മണിക്കൂറുകളിൽ മുസ്ലിം ലീഗിന് കോൺഗ്രസിന്റെ ചില നീക്കങ്ങളിൽ മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട്. അത്തരത്തിൽ മുസ്ലിം ലീഗ് ചർച്ച നടത്തുന്നു. മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാക്കളുടെ ചർച്ചയിലടക്കം കോൺഗ്രസിനെതിരെ വിമർശനം ഉയർന്നു എന്നുള്ള തരത്തിലൊക്കെയായിരുന്നു വാർത്തകൾ പിന്നീട് വന്നിരുന്നത്. എന്നാൽ അല്പസമയം മുമ്പ് അടൂർ പ്രകാശ് UDF കൺവീനർ പ്രതികരണത്തിനനുസരിച്ച് അത്തരത്തിലൊരു അതൃപ്തിയും മുസ്ലിം ലീഗിലില്ല തങ്ങളോട് എന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ അത്തരത്തിലുള്ള ചില വാർത്തകളാണ് നമ്മൾ കേട്ട് വന്നത്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ചെറിയൊരു ചേരിതിരിവ് വന്നിരിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ UDF കൺവീനറുടെ വാക്കുകൾക്കനുസരിച്ച് ഇത്തരത്തിൽ ഒരു അതൃപ്തിയും മുസ്ലിം ലീഗിന് കോൺഗ്രസിനോടില്ല. മുസ്ലിം ലീഗ് പൂർണ്ണ പിന്തുണ നൽകും. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും, അതായത് UDF മുന്നണിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ PV അൻവറും തൊട്ടു പിന്നാലെ എം സ്വരാജും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുള്ളതാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഉണ്ടാവുക. ദീപ്തി. കാളിദാസ്, അതുപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ചാണെങ്കിലും UDFനെ സംബന്ധിച്ചാണെങ്കിലും ഈ PV അൻവറിനെ സംബന്ധിച്ചാണെങ്കിലും വളരെ അധികം അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് അവർക്ക് അവരുടെ അഭിമാനത്തെ തന്നെ പോറിലേൽപ്പിക്കുന്നത്, തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഭിമാനത്തെ തന്നെ പോറിലേൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ ഒരു MLA സ്ഥാനം അൻവർ രാജിവെച്ചത് കൊണ്ട് തന്നെ LDFന് എന്ന് പറയുന്നത് ഈ ഒരു സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് LDFനും ഒരു അഭിമാന പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ UDFന്റെ ഒരു മണ്ഡലമായിരുന്നത് LDF പിടിച്ചെടുത്തു. അതിനുശേഷം വീണ്ടും തിരിച്ചു പിടിക്കുക എന്നുള്ളത് UDFനെ സംബന്ധിച്ചും ഒരു വെല്ലുവിളി തന്നെയാണ്. അതുപോലെ തന്നെ അൻവറിനാണെങ്കിലും ഈ LDFലും അല്ല UDFലും അല്ലാതെ UDFലേക്ക് കയറാനും സാധിക്കാതെ ഒരു അവസരത്തിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടും മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികൾക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെയധികം അഭിമാനത്തിന്റെ പ്രശ്നം തന്നെയാണ് എന്ന് തന്നെയല്ലേ നമുക്ക് പറയാൻ സാധിക്കുന്നത്?
തീർച്ചയായും അങ്ങനെ തന്നെ പറയണം ദീദി. കാരണം ഓരോ മുന്നണിയെ സംബന്ധിച്ചും അവരുടെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ വോട്ടർമാരെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എപ്പോഴും ഓരോ മുന്നണികളുടെയും വിലയിരുത്തൽ മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക. അല്ലെങ്കിൽ നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഇടത്തോട്ടാണ് നിലമ്പൂർ എന്നുള്ള തരത്തിലാണ് ഇടത് മുന്നണി പറയുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഒരു ഇടത് സ്വതന്ത്രനാണ് അവിടെ MLA ആയിരുന്നത്. അത് PV അൻവറാണ്. PV അൻവറിന് വ്യക്തിപരമായി ലഭിക്കുന്ന വോട്ടുകൾക്കുപരി LDFിൻ്റെ വലിയൊരു ബാക്കപ്പ് ആ ഇലക്ഷനിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇടതു മുന്നണിയും പറയുന്നത്. അതുകൊണ്ട് PV അൻവർ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ ഇടത് പാളയത്തിലെ വോട്ടുകളൊന്നും അങ്ങോട്ട് പോകില്ല, അല്ലെങ്കിൽ ഇടത് അണിപ്രവർത്തകരുടെ വോട്ടുകളൊന്നും അങ്ങോട്ട് പോകില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതേസമയം UDFിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി PV അൻവർ അവിടെ വരുത്തിവെച്ച ഒരു വികസന മുരടിപ്പുണ്ട്. ആ വികസന മുരടിപ്പാണ് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുന്നത്. അതായിരിക്കും തങ്ങളുടെ പ്രചരണ ആയുധം എന്നുള്ള തരത്തിലായിരിക്കും UDF അങ്ങോട്ട് പ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷ ആര്യാടൻ ഷൗക്കത്തിനും ഒപ്പം തന്നെ UDFിനും കോൺഗ്രസിനും ഒക്കെ ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. കാരണം ആര്യാടൻ മുഹമ്മദ് 30 വർഷത്തോളം ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ഡലമായിരുന്ന UDF കുത്തകയായിരുന്ന നിലമ്പൂരിനെ പെട്ടെന്ന് ഇത്തരത്തിലൊരു മാറ്റം വന്നതിന് ശേഷം ഒരു വികസന മുരടിപ്പ് അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് UDF ഉയർത്തുന്ന വാദമെന്ന് പറയുന്നത്. ഈ ഒരു വാദം മുൻനിർത്തിയായിരിക്കും UDF അങ്ങോട്ട് പ്രചരണത്തിനിറങ്ങുക. അതുകൊണ്ട് തന്നെ അവർക്കും വിജയപ്രതീക്ഷയ്ക്ക് ഒട്ടും കുറവില്ല. അഭിമാനത്തിൻ്റെ പോരാട്ടം തന്നെയാണ്. NDAയെ സംബന്ധിച്ച് NDA ആദ്യഘട്ടത്തിലൊന്നും തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്നുള്ള തരത്തിലൊരു പരോക്ഷ പ്രതികരണം ഓരോ പ്രതികരണങ്ങളിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അനാവശ്യമായൊരു തെരഞ്ഞെടുപ്പാണ് ഇതെന്നുള്ള തരത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനായാലും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആണെങ്കിലും ഒക്കെ പ്രതികരിച്ചത്. എന്നാൽ പിന്നീട് ആ ദൗത്യം BJP BDJസിലേക്ക് കൈമാറുന്ന സാഹചര്യമുണ്ടായി. തിരിച്ച് BDJസിന് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് BJP ആ ഉത്തരവാദിത്വം വീണ്ടും ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ BJP അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നതിലുപരി അവർ കാര്യമായ ചില തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നിലമ്പൂരിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ NDA സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം. കാരണം BJPക്കുള്ളിലെ ഇതുവരെയുള്ള ഒരംഗങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏറെക്കാലമായി രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്ന ഒരംഗങ്ങളെയും അവിടെ സ്ഥാനാർത്ഥിയായി നിർത്താതെ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ്, അതിനേക്കാൾ ഉപരി മുൻ കേരള കോൺഗ്രസ് മാത്രമല്ല BJP അംഗം പോലുമല്ലാത്ത ഒരു പ്രാദേശിക നേതാവിനെ അത്തരത്തിൽ നിലമ്പൂരിൽ നിർത്തണമെങ്കിൽ അവർ തന്ത്രപ്രധാനമായ ചില കാര്യങ്ങൾ അവർ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ചായിരിക്കും NDAയും മുന്നോട്ട് നീങ്ങുക. ചില സമയങ്ങളിൽ വിജയം അവർക്കൊപ്പം നിൽക്കാനും സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നിലവിലെ BJP സ്ഥാനാർത്ഥി, അതായത് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജ് മലയോര മേഖലയെ സംബന്ധിച്ചും മലയോര മേഖലയിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. കുടിയേറ്റ വിഭാഗത്തിന് വലിയ പ്രിയങ്കരനായ ആളാണ്. മാത്രമല്ല ക്രൈസ്തവ വോട്ടുകൾ ധാരാളമായി വർദ്ധിപ്പിക്കാൻ മോഹൻ ജോർജിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് NDAയ്ക്കുള്ളത്. അതുകൊണ്ട് ഈ വിജയം, ഇത്തവണത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയം എത്തരത്തിലായിരിക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഇതോടൊപ്പം പുതുതായി വന്ന കഴിഞ്ഞ ദിവസം ഇതിനോടൊപ്പം ചേർക്കപ്പെട്ട പേരാണ് PV അൻവർ എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും തന്നെ പലരും മത്സരിക്കാനായി നിർബന്ധിക്കുന്നു, തനിക്കായി പണം തരുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് PV അൻവർ പറഞ്ഞത്. അതുകൊണ്ടാണ് താൻ മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ള തരത്തിലാണ് PV അൻവർ പറഞ്ഞത്. എന്നാൽ PV അൻവറിന് എത്രത്തോളം വോട്ട് ഉയർത്താൻ സാധിക്കും എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. കാരണം PV അൻവർ കാരണമാണ് ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് തന്നെ. അപ്പോൾ PV അൻവർ എങ്ങനെയായിരിക്കും അവിടെ ഒരു പ്രചരണം നടത്തുക, ഏത് രീതിയിലായിരിക്കും പ്രചരണം നടക്കുക, ഇനി തൃണമൂൽ കോൺഗ്രസിൻ്റെ ആശയങ്ങൾ മുൻനിർത്തി ആയിരിക്കുമോ PV അൻവറിൻ്റെ വരും ദിവസങ്ങളിലെ പ്രചരണം എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. എന്തായാലും വിജയസാധ്യത PV അൻവറിനും തള്ളിക്കളയാനാകില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ മുന്നണികളും PV അൻവറും അടക്കം വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അവരുടെ അഭിമാന പോരാട്ടം തന്നെയാണ് ഇത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദീപ്തി. കാളിദാസ്, നിലമ്പൂരിൽ PV അൻവർ, M സ്വരാജ് അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കാളിദാസാണ് വിശദാംശങ്ങൾ നൽകിയത്. PV അൻവർ